Wow, your brand is a brand always. ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റ് ആരും എനിക്ക് തന്നിട്ടില്ല രാകേഷ്. You going to be Rakesh's wife. ഇനി മുതൽ ബ്രാൻഡഡ് മാത്രം ഉപയോഗിക്കാവൂ. Build this man. അതായത് ഞാൻ പറഞ്ഞ പോലെ അവിടെ I'll be right back. ഇവിടെ നല്ല തിരക്കല്ലേ. നീ അല്ലേ വാക്ക് മാറ്റിയത്? ഹായ്, വാച്ച് അടിപൊളിയാണല്ലോ. വിഷയം മാറ്റാതെ. ഞാനൊന്നും മാറ്റിയില്ല, നീയല്ലേ വാച്ച് മാറ്റിയേ. ഞാൻ ഈ കാര്യമല്ല പറഞ്ഞ. ടീച്ചേഴ്സ് ഡേ, ബൾസൺ സ്പീച്ച്. കൈൻഡ് ഓഫ്. അച്ഛനോട് നിനക്ക് എന്താ ഇത്ര ദേഷ്യം? എനിക്കെന്തോ ദേഷ്യം? ഞാനുണ്ടാക്കിയ പുതിയ ഇൻവേർട്ടറിന് നിന്റെ അച്ഛന്റെ പേരല്ലേ ഇട്ടിരിക്കുന്നത്? ദാ നോക്ക്. എന്തിനാ എന്റെ അച്ഛനെ ഇത്ര ബുദ്ധിമുട്ടിപ്പിക്കുന്നേ? കാരണം നിന്റെ അച്ഛൻ കോളേജല്ല നടത്തുന്നത്, ഫാക്ടറിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴുതേ പോലെ ചുമടെടുപ്പിക്കുന്ന ഫാക്ടറി. നോക്ക്, വേറൊരു കഴുത അതാ അവിടെ നിൽക്കുന്നു. എത്ര ധൈര്യം ഉണ്ടായിട്ടാ ഞാൻ കെട്ടാൻ പോണവനെ കഴുതെന്ന് പറയുന്നേ? അവൻ കഴുത തന്നെയാ. ആദ്യം എഞ്ചിനീയറിംഗ് പഠിച്ചു, പിന്നീട് MBA പഠിച്ചു, പിന്നെ അമേരിക്ക പോയി ബാങ്ക് ജോലി ചെയ്യുന്നു. ബാങ്ക് ജോലി ചെയ്യുന്നതിന് എന്തിനാ എഞ്ചിനീയറിംഗ് പഠിക്കുന്നത്? നിക്ക്, നിന്റെ അച്ഛനും അവൻ നേരത്തെ കോളേജ് പഠിച്ചത് കൊണ്ട് മൊണ്ണയാണെങ്കിലും കഷണ്ടി തലയനാണെങ്കിലും സെക്കൻഡ് ഷോയ്ക്ക് ആളിരിക്കുന്ന പോലെ നിന്റെ അച്ഛന്റെ തല പോലെ അവന്റെ തലയും കണ്ടപ്പോൾ മരുമോനാക്കി. ഇതുപോലുള്ള കഴുതകളൊക്കെ നഷ്ടം വന്നാലും നല്ലൊരു പ്രോഫിറ്റ് ആയിട്ടുള്ള ബിസിനസ് നോക്കുള്ളൂ. അവനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നീ ഒരു പ്രോഫിറ്റ് തന്നെയാ. അതാ ശരി. കാരണം നീ പ്രിൻസിപ്പളിന്റെ മോളല്ലേ. നല്ല സ്ത്രീധനം കിട്ടും, നീ ഡോക്ടർ ആകാൻ പോകുന്നു, നല്ല വരുമാനം കിട്ടും, നീ കാരണം അവന്റെ ഇമേജ് കൂടുകയും ചെയ്യും. അതുകൊണ്ടല്ലേ അവൻ നിന്റെ പുറകെ നടക്കുന്നേ. നിന്നെ ഒരു ബ്രാൻഡായിട്ട് അവൻ കാണുകയല്ലാതെ മനുഷ്യനായിട്ടൊന്നും കാണില്ല മോളെ. നീ എന്താ നിന്റെ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത്? രാകേഷ് എന്നോട് സ്നേഹമില്ലെന്നാണോ? അവൻ വാങ്ങി തന്ന വാച്ചല്ലേ ഇത്? ഒരു മിനിറ്റ് ഒന്ന് പിടിച്ചേ. നിനക്കൊക്കെ ഒരു ഡെമോ കാണിച്ചാലേ മനസ്സിലാവുള്ളൂ. കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഹേയ് രാകേഷ്, എവിടെ പോയി റിയ? I was worried. റിയ അവളുടെ പുതിയ വാച്ച് കൊണ്ട് കളഞ്ഞു. അതിവിടെ നോക്കുമായിരുന്നു. What? You lost the watch? അത് സാരമില്ല രാകേഷ്, പുതിയ വാച്ച് വാങ്ങിച്ചാ പോരെ. Nonsense. Thank you. Riya, it's 4 lakhs, Riya. 4 lakhs. 4 lakhs? എന്റെ വാച്ച് 400 രൂപയേ ഉള്ളൂ. അതേ സമയം കാണിക്കുന്നു. Shut up. ശരി, അത് വിട്ടേ. How can you be so careless, Riya? This careless attitude is disgusting. That was a limited edition watch. You just lost it. വെറുതെ കെട്ടി നോർത്ത് നീ കളഞ്ഞില്ലേ? ഇനി ഡിന്നറിന് കിളവികളുടെ വാച്ച് കട്ടിക്കൊണ്ട് പോയാൽ മതി. എന്തിനാ നോക്കുന്നേ? ഉടനെ തുടങ്ങി. ഈ മുതല കണ്ണീരാണോ നിന്റെ മെച്ചൂരിറ്റി? I can't handle this. ആദ്യം കരച്ചിൽ നിർത്തി പോയി വാച്ച് അന്വേഷിക്കേ. Damn it. She is very careless in getting surprising gift for her. ഇന്ന നിന്റെ 4 ലക്ഷം രൂപയുടെ വാച്ച്. ഇതിന് വേറെ കൈ അന്വേഷിക്കുക. കഴുതേ. റിയ, ഒടുക്കത്തെ ധൈര്യം തന്നെ അയാൾക്ക്. അവന്റെ മുഖത്ത് നോക്കിയല്ലേ കഴുതെന്ന് വിളിച്ചത്. ഭയങ്കര തന്നെയല്ലേ. എന്താ ഇത് റിയേ? ഇയാളെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തേ. എന്നിട്ട് ഇങ്ങനെയൊക്കെയാണ് എന്നോട് പറയേണ്ടത്. ശരി, താങ്ക് യു. മാറങ്ങോട്ട്. എന്തിനാ ഇങ്ങനെ കിടന്ന് ചൂടാവുന്നേ? ഒരു സത്യം ഞാൻ പറയട്ടെ, ഇയാൾക്ക് അവനോട് ഒട്ടും സ്നേഹമില്ല. What do you mean? അങ്ങനെ ഒരു പക്ഷെ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇയാളുടെ മുമ്പിൽ അവൻ വരുമ്പോ തന്നെ ഒരീണം പറന്നു പോയനെ. പടപടപടപടാന്ന് പൂമ്പാറ്റകൾ പറന്നു പോകും. ശരീരമൊട്ടാകെ പൂക്കൾ വിരിഞ്ഞനെ. നക്ഷത്രങ്ങളെല്ലാം ചന്ദ്രനായി മാറിയനെ. ഇതെല്ലാം ശങ്കരന്റെ പടത്തിലെ കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൽ മാത്രം നടക്കൂ. യഥാർത്ഥ ജീവിതത്തിൽ നടക്കില്ല. ആര് പറഞ്ഞു നടക്കും? മനുഷ്യനെ സ്നേഹിച്ചാൽ മാത്രം. കഴുതയല്ല. ബൈ. ഹലോ. യാ. വാട്ട്? ഓക്കെ. ഞാനിപ്പോ വരാം. അതെ, ഇയാള് മെഡിക്കൽ സ്റ്റുഡന്റ് അല്ലേ? ഒരു ഹെൽപ്പ് വേണം, എമർജൻസി പ്ലീസ്. ഒരു പേഷ്യന്റ് സീരിയസ്. ഒന്ന് എന്റെ കൂടെ വരൂ പ്ലീസ്. എന്താ ഇത്? നമ്മളോട് എത്ര ദ്രോഹം കാണിച്ചവരായാലും അവരുടെ ജീവൻ രക്ഷിക്കുന്നതാണ് പ്രധാനമെന്നുള്ളത് നിങ്ങളുടെ മെഡിക്കൽ കോളേജ് ബയോയിലൊന്നും ഇല്ലെന്നാണോ പറയുന്നത്? എന്തായാലും ഡോക്ടറായ എല്ലാവരും കൊല്ലാൻ പോവാണല്ലോ. അല്ലാതെ സോറി, വരൂ പ്ലീസ്. എന്റെ ചേച്ചിയുടെ കല്യാണത്തിന് വന്ന് പ്രശ്നം ഉണ്ടാക്കി. എന്റെ എൻഗേജ്മെന്റ് മുടക്കി. നീ കാരണം എന്റെ അച്ഛൻ ബിപിയുടെ മരുന്ന് കപ്പലണ്ടി പോലെ കഴിച്ചോണ്ടിരിക്കുക. ഞാനാണ് നിന്നെ ഹെൽപ്പ് ചെയ്യുക. അൺബിലീവബിൾ. ആന്റി, സെന്തിലെവിടെ? ടാക്സി വിളിക്കാൻ പോയതാണ് മോനെ. ആംബുലൻസിന് ഫോൺ ചെയ്ത് 2 മണിക്കൂറായി, ഇതുവരെ എത്തിയിട്ടില്ല. ഫോൺ വിളിച്ച് 1/2 മണിക്കൂറിനുള്ളിൽ പിസ എത്തും. ഇതെന്തൊരു നാടാ മോനെ. എത്രയും വേഗം ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യണം.
എമർജൻസി എമർജൻസി. വിവരമില്ലാണ് നിനക്ക്? അച്ഛനെ സ്കൂട്ടർ വെച്ചാണ് കൊണ്ടുവരുന്നത്. എടാ നീ ഫ്ലൈറ്റ് കിട്ടിയില്ല അതാ. തമാശയാണോ? എവിടെടാ എന്റെ അച്ഛൻ? ചെന്ന് ഡോക്ടറോട് ചോദിക്കും. അവരിപ്പോൾ ക്രിട്ടിക്കൽ സിറ്റുവേഷനില്ല. കുറച്ചുകൂടെ താമസിച്ചിരുന്നെങ്കിൽ അവരുടെ ജീവൻ തന്നെ അപകടത്തിലായേനെ. നല്ല കാര്യം ആംബുലൻസിന് വെയിറ്റ് ചെയ്യാതെ സ്കൂട്ടറിൽ കൂട്ടിക്കൊണ്ടുവന്നുകൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടു. ഗിവ് മേ കോൾ ഇൻ കേസ് ഓഫ് എനിത്തിങ്. താങ്ക് യു ഡോക്ടർ. താങ്ക്സ് പാരി. ഫ്രണ്ട്സ് താങ്ക്സ് പറയോ? സ്ഥലം വിട്ടോ. നാളെ നിങ്ങൾക്ക് എക്സാം ഇല്ലേ? എക്സാം എത്രയോ ഉണ്ട് റിയ. എന്നാൽ അച്ഛൻ ഒരാളല്ലേ ഉള്ളൂ. പോസ്റ്റ് മാസ്റ്ററിനെ ഡെലിവറി എത്തിച്ചിട്ട് ബാക്കി കാര്യമുള്ളൂ മോനെ. നീ വിഷമിക്കണ്ട. എന്നോട് ക്ഷമിക്കണം പാരി. ഞാൻ ഒരുപാട് പേടിച്ചു പോയി. ഏയ് all is well, all is well. നീ ചെല്ല, എന്നിട്ട് അച്ഛനെ പോയി കാണാം. പോടാ. അടിപൊളി വണ്ടിയാകട്ടോ. ഒരു ജീവൻ തന്നെ രക്ഷിച്ചിരിക്കുന്നു. ഇതിനെന്ത് വില വരും? ചമ്മന്തി ഉണ്ടെങ്കിൽ എടുത്ത് ഒഴിക്ക്. പറയാം. ഹേ ബൈ ദ ബൈ, ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. അതിന് ഓഗസ്റ്റ് 15 അല്ലല്ലോ. ഇന്ന് ഓഗസ്റ്റ് 15 തന്നെ. ഇനി നിനക്ക് സ്വാതന്ത്ര്യത്തോടെ അമ്മയുടെ വാച്ച് കിട്ടാമല്ലോ. ഒരു കഴുതയ്ക്കും ചോദ്യം ചോദിക്കാൻ പറ്റില്ല. കിളവികളുടെ വാച്ചാണെന്ന് ചോദിച്ച് ഇനി കളിയാക്കാൻ പറ്റില്ലല്ലോ. ടേക്ക് കെയർ, ബൈ. ഹേ, അതെന്റെ അമ്മയുടെ വാച്ചാണെന്ന് നിനക്കെങ്ങനെ അറിയാം? അത് നിന്റെ ചേച്ചിയുടെ കല്യാണത്തിൻ്റെ അന്ന് അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ടാണ് നീ വന്നത്. എങ്കിൽ വാച്ച് മാത്രം പഴയതായിരുന്നു. ഐ ജസ്റ്റ് ടെസ്റ്റഡ്. അന്ന് ഇയാള് അമ്മയെ ശരിക്കും മിസ് ചെയ്ത് കാണുമല്ലേ? അതെ. ഇയാളുടെ അമ്മയെ കാണാൻ നല്ല സുന്ദരിയായിരുന്നല്ലേ? അതെ. ഇതൊക്കെ എങ്ങനെ അറിയാം? തൻ്റെ അച്ഛൻ മോശക്കാരനല്ലല്ലോ. റിമെമ്പർ, ലൈഫ് ഈസ് എ റിസ്ക്. റൺ റൺ, വേഗം ഓടിക്കോ, ഇല്ലെങ്കിൽ പുറകെ വരുന്നവൻ നമ്മുടെ നെഞ്ചത്ത് ചവിട്ടി പോകും. അച്ഛാ. ഹേ, എല്ലാരും ഒന്ന് എഴുന്നേറ്റേ. എഴുന്നേക്ക്. എന്തു പറ്റി? പോസ്റ്റ് മാസ്റ്റർ മരിച്ചോ? കളിയാക്കല്ലേ? 9 മണിക്ക് എക്സാമാ. മണി 8:30 വേഗം പോ. അതല്ലറിയേ, ഈ അവസ്ഥയിൽ എങ്ങനെ വിട്ടേച്ച് പോവുക? ഒരുപാട് ഓവർ ആകരുതേ. ഞാനുണ്ട്, ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ട്. 3 മണിക്കൂർ കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കൂട്ടി എടുത്തോണ്ട് പോ. കം ഓൺ, ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ്. ഇങ്ങനെ പെട്ടെന്ന് നല്ലവളാകാൻ നോക്കിയാ ഞങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാകത്തില്ലേ? കുറച്ച് സ്ലോ ആയിട്ട്, സ്റ്റഡി ആയിട്ട് മതി. ബാക്കിയുള്ളത് പരീക്ഷയിൽ എഴുത്. ടൈമായി. ടൈം വർക്കൗട്ട് ആകുന്നത് പോലെ ഉണ്ടല്ലോ. ഗോ. പോടാ എഴുന്നേറ്റ്. സോറി സാർ. Hey, what is this? ക്വസ്റ്റ്യൻ. എമർജൻസി സാർ. വാട്ട് എമർജൻസി? സാറെ നാട്ടിലെ മുത്തശ്ശി മരിച്ചുപോയി. ആരുടെ മുത്തശ്ശി? ഇവന്റെ മുത്തശ്ശി. അല്ല, എന്റെ മുത്തശ്ശിയാ. നത്തിങ് ടു വറി സാർ, എവറിത്തിങ്സ് ഓക്കേ. കൂൾ കൂൾ. Sir, they are still writing. ഹലോ, ടൈം അപ്പ്. സാർ ഒരു 5 മിനിറ്റ് കൂടി സാർ. ഞങ്ങൾ അരമണിക്കൂർ ലേറ്റ് ആയിട്ടല്ലേ വന്നത്. സാറേ മുത്തശ്ശി മരിച്ചുപോയി, അതുകൊണ്ടല്ലേ. പ്ലീസ് സാർ. ഞങ്ങളെന്തോ പുള്ളിയുടെ മോളുടെ മൊബൈൽ നമ്പർ ചോദിച്ച പോലെ പുള്ളി ഞങ്ങളെ നോക്കിയത്. സാറ് റോൾ നമ്പർ അനുസരിച്ച് പേപ്പർ സെറ്റ് ചെയ്യുന്ന വർക്കിലായിരുന്നു. ആ ഗ്യാപ്പിൽ ഞങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞു. താങ്ക് യു സാർ. ടു ലൈറ്റ്, നീ തന്നെ വെച്ചോ. സാറേ പ്ലീസ് സാർ. നത്തിങ് ഡൂയിങ്. ഞങ്ങൾ ആരാ നിങ്ങൾക്ക് അറിയാമോ? നീ CM ന്റെ ചെറുമകനാണെങ്കിൽ ഞാൻ വാങ്ങില്ല. ചോദിച്ചതിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി. ഞങ്ങളുടെ പേരെന്താണെന്നറിയോ? അറ്റ്ലീസ്റ്റ് ഞങ്ങളുടെ റോൾ നമ്പറെങ്കിലും അറിയാവോ? അറിയില്ല. നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും? റോൾ നമ്പർ അറിയില്ലെന്നോ? നിക്കടാ അവിടെ. ദേ. അങ്ങനെ റിസൾട്ട് വരുന്ന ദിവസമായി. എല്ലാവരും അതോർത്ത് പേടിച്ചിരിക്കുമായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ദിവസവും രാവിലെ ഞാൻ പൂജ ചെയ്യുന്നതല്ലേ. എനിക്ക് ഡിസ്റ്റിങ്ഷൻ വേണമെന്ന് പറയുന്നില്ല.
ഒന്ന് പാസ്സാക്കിയാ മതി. എടാ അവസാനം നോക്കടാ. നിന്റെ പേരുണ്ടടാ അവസാനം. നിന്റെയോ? സെക്കൻഡ് ലാസ്റ്റ് ആടാ. പാരി. ഇല്ലടാ. ഞങ്ങൾക്ക് എന്തോ പോലെയായി. ഞങ്ങൾ അവസാനം വന്നതിൽ ഞങ്ങൾക്ക് വിഷമമില്ല. ആര് കാരണമാണോ ഞങ്ങൾ പാസ്സായത്, അവൻ ഫെയിലായത് ഓർക്കുമ്പോഴാണ്. നീ വിഷമിക്കേണ്ടടാ. ഞാൻ പറയുന്നതൊന്ന് കേക്ക്. അടുത്ത പ്രാവശ്യം നമുക്ക് നന്നായി എഴുതി ഫുൾ മാർക്ക് വാങ്ങാം. വേണ്ടടാ. ഇവൻ എന്തിനാ കടന്ന് അലറുന്നേ? ഞാൻ പോവാ. അവന് സെക്കൻഡ് റാങ്കേ കിട്ടിയോളന്ന്. ആ ഇതൊക്കെ കുറച്ച് ഓവറല്ലേ? അപ്പൊ ഫസ്റ്റ് ആരാടാ? പഞ്ചവൻ പാരിവേന്ദ്രൻ. പാരി മാറി. അന്നാണ് ഒരു കാര്യം മനസ്സിലാക്കിയത്. ഫ്രണ്ട് ഫെയിൽ ആയാൽ നമ്മൾ വിഷമിക്കും. ആ ഫ്രണ്ട് തന്നെ ഫസ്റ്റ് വന്ന വിഷമിച്ച് തളർന്നു പോകുമെന്ന്. ഞങ്ങൾ മാത്രമല്ല, ഇവർക്ക് രണ്ടുപേർക്കും വിഷമമായിരുന്നു. പഞ്ചവൻ പാരിവേന്ദ്രൻ ഫസ്റ്റ് റോ റൈറ്റ് ഓഫ് ദ ഡയറക്ടർ. അമലനാഥൻ തേർഡ് റോ തേർഡ് സീറ്റ്. മുരളി സെക്കൻഡ് റോ ഹായ് തേർഡ് റോ. സാർ, ഈ റാഗിങ് അനുസരിച്ചിരുത്തുന്നത് അത്യാവശ്യമാണോ? എന്തേ, നിനക്കതിന് വല്ല പ്രശ്നമുണ്ടോ? സാർ, ഈ റാങ്കിങ് സിസ്റ്റം തന്നെ ഒരു വലിയ പ്രോബ്ലമാണ്. ഈ ജാതി പ്രശ്നം പോലെ ഫസ്റ്റ് റാങ്ക് സ്റ്റുഡൻസ് ജാതി കൂടിയതും സെക്കൻഡ് റാങ്ക് സ്റ്റുഡൻസ് ജാതി കുറഞ്ഞതും ഒക്കെ ഇറ്റ്സ് നോട്ട് നൈസ് സാർ. വേറെ എങ്ങനെയാ ചെയ്യണ്ടേ? സാർ, ആദ്യ റിസൾട്ട്സ് നോട്ടീസ് ബോർഡിൽ ഇടുന്നത് നിർത്തണം സാർ. ഈ മാർക്സ് കുറച്ച് വാങ്ങിയവര് ഈ ഫെയിൽ ആയവരുടെ കുറവുകൾ വെറുതെ മറ്റുള്ളവരെ കാണിച്ച് ഒരു ഏറ്റക്കുറച്ചിൽ എന്തിനാ സാർ? സാർ ഇപ്പൊ ഡോക്ടറിന്റെ അടുത്തേക്ക് പോകുന്നു. സാറിന് എയ്ഡ്സ് ആണെന്ന് അറിയുന്നു. അല്ല സാർ, ഒരു ഉദാഹരണം പറഞ്ഞതാ. ഡോക്ടർ സാറിനോട് മാത്രം പറയോ അതോ അത് നോട്ടീസ് ബോർഡിൽ ഇടുവോ? എന്താ ശരിയല്ലേ സാർ? അയ്യോ, ബേസിക്കലി വാട്ട് യു സേയിങ് ഈസ് ഓരോരുത്തരുടെ റിസൾട്ട് അവരവരുടെ ചെവിയിൽ പോയി നീയാണ് ഫസ്റ്റ്, നീ സെക്കൻഡ്, ഐ സോ സോറി, നീ തോറ്റു തൊപ്പിട്ടെന്ന് പറയണം. സാർ, യുവർ സ്പ്രേയിങ് സാർ. അയ്യോ അയ്യോ, എന്തൊരു വായിനാറ്റ. അതല്ല സാർ, ഞാൻ എന്താ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാ, എന്താ റാങ്ക്സ് ബന്ധങ്ങൾ അറ്റുപോകാൻ കാരണമാകും. എന്താന്ന് പറയാം. ഇപ്പം ഞാൻ റാങ്ക് മേടിച്ചതുകൊണ്ടാണ് സാറിൻ്റെ അടുത്തിരിക്കുന്നത്. പക്ഷേ എൻ്റെ ക്ലോസ് ഫ്രണ്ട്സിന് മാർക്ക് കുറവായതുകൊണ്ട് ഒരു മൂലയെ കൊണ്ടിരുത്തേക്കുന്നത് കണ്ടില്ലേ? അത് മോശമല്ലേ സാർ? അറ്റ്ലീസ്റ്റ് അവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടല്ലോ. ഇനിയും നിന്റെ കൂടെ കറങ്ങിക്കൊണ്ടിരുന്ന അടുത്ത തവണ ഫോട്ടോയ്ക്ക് ഫോഴ്സ് ചെയ്യാൻ പോലും ഉണ്ടാവില്ല. പാസ്സാവൂല്ല, ഒരു കമ്പനി അവർക്ക് പണിയും കൊടുക്കാൻ പോകില്ല. ജോലി കിട്ടും സാർ. മിഷനെ മാത്രം വിശ്വസിക്കാതെ മനുഷ്യന്റെ ബുദ്ധിയെ വിശ്വസിക്കുന്ന ഒരുപാട് കമ്പനിയുണ്ട്. അവിടെ തീർച്ചയായിട്ടും ജോലി കിട്ടും സാർ. അതിന് ഞാൻ ഗ്യാരണ്ടി തരാം. യു ഗ്യാരണ്ടീഡ്? യു ഗ്യാരണ്ടീഡ്? ബെറ്റ് സാർ, ബെറ്റ്. ഗോവിന്ദൻ സാർ, ആ ലാസ്റ്റ് റോയിൽ ഇരിക്കുന്നില്ലേ, ഇവന്റെ ഫ്രണ്ട്സ് രണ്ടുപേര്, അവരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ക്യാമ്പസ് ഇന്റർവ്യൂവിൽ ജോലി കിട്ടിയ എന്റെ മീസ എടുക്കാം. ശരി സാർ. ഹാപ്പി സ്മൈൽ പ്ലീസ്.